ഹേ ഫാം, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സൺസ്ക്രീൻ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സൺസ്ക്രീൻ ഇടുന്ന ടൈമിൽ നിങ്ങൾ വെയർക്കാണെന്ന് വെച്ചാൽ ആ സൺസ്ക്രീൻ മൊത്തത്തിൽ അങ്ങോട്ട് ഒലിച്ച് വരികയാണെന്ന് വെച്ചാൽ ആ സൺസ്ക്രീൻ വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻ അല്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് വിയർക്കണ ആൾക്കാരാണ്, ഇപ്പം ഞാനൊക്കെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് വിയർക്കും. ഒരു എന്താ പറയുക, ഡ്രസ്സൊക്കെ നനയാന്ന് പറയില്ല, ആ രീതിക്കായിരിക്കും ഞാൻ വിയർക്കണത് കേട്ടോ. അപ്പം എന്താവെന്ന് വെച്ചാൽ നമ്മൾ ഇടണ സൺസ്ക്രീനൊക്കെ ഒലിച്ചു പോകും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു സൺസ്ക്രീനാണ് വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻ കേട്ടോ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോണ ടൈമിൽ വെയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ എന്തായാലും നമ്മളൊന്ന് വിയർക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും, പിന്നെ ഈ ഒരു സ്വിമ്മിങ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ പറ്റിയ ഒരു സൺസ്ക്രീനാണ് ഈ ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് കേട്ടോ. കാരണം വെയിലത്ത് ഇങ്ങനെ പണിയെടുക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വിയർത്താലും ആ ഒരു സൺസ്ക്രീൻ എന്തായാലും പോവില്ല. അപ്പം അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻസ് എന്ന് പറയുന്നത്. കുറേ സൺസ്ക്രീൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നത് തന്നെ വാങ്ങിക്കണം എന്നില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ നല്ലത് അത് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് എന്തായാലും പറഞ്ഞിരിക്കും കേട്ടോ. ഇതാണ് ആ സൺസ്ക്രീൻ കേട്ടോ. എനിക്ക് റിസൾട്ട് ഞാൻ ഇത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല, ഞാൻ മാറ്റി നിർത്തിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇവൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ കഥയും കൂടി കേൾക്കാം കേട്ടോ. ഇവനെ ചെറിയച്ഛനാണ് കൊണ്ടുവന്നത്, ദുബായിൽ നിന്ന് ആൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇവനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെയാണ് ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തത് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എന്താണ് ചോദിച്ചാൽ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലോ തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഗ്ലോ, ഇവിടെ ഗ്ലോ, ഇവിടെ ഗ്ലോ, എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞു വെച്ചാൽ അടിപൊളി. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്ലോ തരുന്നത് നമ്മൾ ഇടുമ്പോൾ എത്ര ഗ്ലോ തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കൊടുക്കുക. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇത് SPF 30 ആണ് കേട്ടോ. SPF 30 ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോകുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യണം. 2 മണിക്കൂർ കൂടുന്ന ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ SPF 50 അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ UVA ഉണ്ട്, UVB ഉണ്ട്, പിന്നെ PA++++ അങ്ങനെ 4+ ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും, സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്കും പറ്റും. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രോഡക്റ്റ് കിട്ടുന്ന ടൈമിലും എന്ത് ചെയ്യണം, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് യൂസ് ചെയ്യണം കേട്ടോ പ്രോഡക്ട്സ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉള്ളതെന്ന്. കണ്ടെയ്ൻസ് അലോ ആൻഡ് വൈറ്റമിൻ ഇ ഉണ്ട് കേട്ടോ. അലോ വേറെ ആയിരിക്കുമോ? ഇനി നോൺ ഗ്രീസി ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ടെക്സ്ചറൊക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻറ്റും ആണ്. നമുക്ക് ഇതാണ് വേണ്ടത്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സൈഡിലൊന്നും എഴുതിയിട്ടില്ല, ഒക്കെ അറബിയിലാണ് കേട്ടോ എഴുതിയത്. ഇത് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലും കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ്. പേര് ഞാൻ പറഞ്ഞോ മുമ്പ്, എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ പേര് വന്നിട്ട് ബനാന ബോട്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. എന്തായാലും ഒരു ഡിഫറെൻ്റ് പേര്. ഞാനിത് പേര് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. ഒന്നാമത് ബനാന ബോട്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ വലിയ ഒരു ഹൈപ്പൊന്നും കൊടുത്തില്ല. പിന്നെയാണ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ സാറേ എവിടെയായിരുന്നു ഇത്രയും കാലം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ തന്നെയാണ് മാറ്റി വെച്ചത് കേട്ടോ. ഇതിൽ പിന്നെ ഇൻഗ്രീഡിയൻസ് കുറേ ഉണ്ട് കേട്ടോ. ഇതിലുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും സ്മൂത്ത് ആക്കാനും ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കുണ്ടല്ലോ, ഇനി ഇവനൊന്ന് ഇട്ട് നോക്കിയാലോ. ഇവിടെ 2 ഫിംഗർ റൂള് 3 ഫിംഗർ റൂൾ എന്ന് പറഞ്ഞ റൂളിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി. കഴുത്തിലും നമ്മുടെ ബാക്കിൽ എവിടെയൊക്കെയാണോ സണ്ണ് നമ്മൾക്ക് തട്ടുന്നത് അവിടെയൊക്കെ ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇത്രയും എടുക്കണുള്ളൂ. ഒരു സൈഡ് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രയും എടുത്താൽ തന്നെ നമ്മുടെ ഫേസിൽ മൊത്തം ആവും. ഓക്കെ, അധികം എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈഡ് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. മെല്ലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് അബ്സോർബ് ആവും.
മെല്ലെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. ഞാൻ ഇതിന് മുമ്പ് ഫേസിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ സൺസ്ക്രീന് മാത്രമാണ് ഇടുന്നത്. അതിനിട്ടിട്ട് ഞാൻ നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു ഗ്ലോ കാണിച്ചു തരാം. പെട്ടെന്ന് അബ്സോർബായില്ലേ? പെട്ടെന്ന് ഇത് അബ്സോർബായി. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ ഒരു ഭാഗത്ത് ഗ്ലോ കണ്ടോ? ഭയങ്കര സ്മൂത്താക്കുന്നുണ്ട്, ഭയങ്കര ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെന്ന് വെച്ചാലും ഒന്നും നോക്കണ്ട കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്കിത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഈ 2 ഫിംഗർ റൂളെടുത്ത് നിറയെ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എടുത്ത പോലെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ സൈഡിലും ഇട്ട് കാണിച്ചു തരാം. കുറച്ചെടുത്താൽ മതി. പിന്നെ അപ്ലൈ ചെയ്യണം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യണത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ? ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളിലോട്ട് പൊക്കോളും. നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്താക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ കണ്ടു, ഇനി വിരലുകളടക്കം ഭയങ്കരമായിട്ട് എന്താ പറയുക ഗ്ലോ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ള ഒരു സ്കിന്ന് കണ്ടോ? ഈ ഒരു ഇവിടെയുള്ള ഒരു ഗ്ലോ കണ്ടോ നിങ്ങൾ? ഞാൻ മൊത്തത്തിലൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് കണ്ടോ? നിങ്ങൾ ആ സ്കിന്നിലെ ഗ്ലോ കണ്ടോ? നിങ്ങൾ മുമ്പ് കണ്ട ഞാനല്ലല്ലോ ഇപ്പം കാണുന്ന ഞാൻ. എങ്ങനെയുണ്ട്? പിന്നെ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ചാൽ എവിടെ ഇവനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എന്താണ്, അയ്യോ എനിക്ക് എത്ര നോക്കിയിട്ട് എൻ്റെ മുഖം ഉണ്ടല്ലോ ഭയങ്കര ഗ്ലോ. നിങ്ങൾക്ക് ആ ഗ്ലോ കാണുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് എത്ര അധികം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും റെഡ്യൂസ് ചെയ്യാൻ ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെന്ന് വെച്ചാലും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെന്ന് വെച്ചാലും അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇവൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്കിന്നിലുള്ള ചെറിയ കുരുകളൊക്കെ എനിക്കിത് മാറ്റണ പോലെ തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ മാറ്റിയിട്ടൊരു ക്ലിയർ സ്കിന്ന് തരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മൾ കുരുവൊക്കെ വന്ന് പൊട്ടിച്ചതിൻ്റെ ഈ ഒരു സ്കാർസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് കളറിൽ വരുമല്ലോ. എൻ്റെ ഇതെവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ പോയി. ഞാൻ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ഫേസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് എന്താ പറയുക പിമ്പിൾസ് വന്നതിൻ്റെ ഒരു ഡാർക്ക്നെസ് എന്ന് പറയാം. അപ്പോൾ അതൊക്കെ പോയിട്ടോ സ്കിന്നൊന്ന് ഭയങ്കരമായിട്ട് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മേക്കപ്പ് ഇടാണ്ട് ഒരു ഡൂയി ഫിനിഷ് ലുക്കൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലോ തരും. മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമല്ല, ഒരു മോയ്സ്ചറൈസറും ഈ ഒരു സൺസ്ക്രീനും ഉണ്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് വർക്ക് ആവും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇത് യൂസ് ചെയ്തപ്പോൾ, ഇതുപോലെ എനിക്ക് കിട്ടിയ പോലെ ഗ്ലോ കിട്ടുന്നുണ്ടോ, സ്കിന്നെല്ലാം കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ വേണം. ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ അഫോർഡബിൾ ആണ് കേട്ടോ സൺസ്ക്രീന്. ഇതിൻ്റെ ഞാൻ പറയാം ഇത് 30 ആണ്. 50 സൺസ്ക്രീൻ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാൻ മറക്കരുത്. പിന്നെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ പറയേണ്ടല്ലോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ. ലവ് യു ഓൾ.